വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഓൺ ദ സ്പോട്ടിൽ ഞാനിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ആരാന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ. ആയി ചാക്കോച്ച. നമ്മുടെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയുടെ ഡയറക്ടർ ഋഷി. ഋഷിയുമായിട്ട് പണ്ടത്തെ കുറെ നാളുകൾക്ക് മുമ്പുള്ള ഒരു ബന്ധമുണ്ട്. ഒരു 2 വർഷം മുമ്പാണ്, 2 വർഷം മുമ്പുള്ളൊരു ബന്ധം അതുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അന്ന് ചാൻസ് ചോദിച്ചാണ്, അത് തന്നില്ല. ചാൻസിന്റെ മാത്രമല്ല, ഈ സിനിമയ്ക്ക് പിന്നില് അലഞ്ഞു നടന്ന സമയത്ത് അവന്റെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടി വന്നു. അന്ന് എനിക്ക് ചാൻസ് തരാന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചപ്പോ എന്നെ പറ്റിച്ചു. അതുകൊണ്ട് അത് സിനിമയിൽ സഹജമാണ് അല്ലേ. ഈ സിനിമ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയം, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇപ്പൊ എന്താ തെറ്റാത്തത്? ഇതിൽ തെറ്റാത്തത് നല്ലൊരു കഥ എന്നുള്ളതാണ്. പിന്നെ തെറ്റാത്തത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന, കഥയോട് ചേർന്ന് നിൽക്കുന്ന ചേരുവകൾ. അങ്ങനെയല്ല, എല്ലാവരും ഉണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ടിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട അഭിനേതാക്കളിൽ മനോജ് ചേട്ടൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ രഞ്ജിപ്പണിക്കേട്ടൻ്റെ ക്യാരക്ടർ, സുധീർ കരമനയുടെ ക്യാരക്ടർ, സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ, ഇവരുടെ എല്ലാം ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരോടൊക്കെ സിനിമയുടെ കഥ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇവർ ഈ സിനിമയായിട്ട് സഹകരിക്കാനായിട്ട് അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തത്. അല്ലാതെ ഒരു കഥ കേട്ടിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാം, നാളെ വിളിക്കാം, പിന്നീട് കോൺടാക്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു ക്ലീഷേ ഡയലോഗുകളില്ലാതെ അപ്പോൾ തന്നെ സമ്മതിക്കുകയായിരുന്നു ഈ സിനിമയിൽ ഞങ്ങൾ ഭാഗമാണ് എന്നുള്ളത്. അപ്പം അതെല്ലാമാണ് തെറ്റാത്തത്, ഒരു നല്ല സിനിമയുടെ ഘടകങ്ങൾ. ചാക്കോച്ചൻ്റെ കഥ കേട്ട പാടെ തന്നെ ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കണമെങ്കിൽ ഈ സിനിമയിൽ എന്തോ ഒരു സംഭവമുണ്ട്. കാരണം സാധാരണ രീതിയിൽ ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ആലോചിച്ചിട്ട് ഞാൻ വിളിച്ചു പറയാം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈല്. അത് വിട്ടിട്ട് അപ്പം തന്നെ ഡേറ്റ് കൊടുക്കുന്ന എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഋഷി. അങ്ങനെ അല്ലെങ്കിൽ തരത്തില്ലല്ലോ ഡേറ്റ്. അതെന്താ സാധനം? ഞാൻ എൻ്റെ ഇൻസ്റ്റിങ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു 90 അല്ലെങ്കിൽ 99% കാര്യങ്ങളിലും അത് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയായിരുന്നു ഇത്. പക്ഷേ അതിനോടൊപ്പം തന്നെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തകളും അതിലുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ ഒരു ബ്ലെൻഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയായിട്ട് സഹകരിക്കാനായിട്ട് തീരുമാനമെടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ. ഒന്ന്, ഒരു പുതിയ ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രഷ്നെസ്. 2, നല്ലൊരു കഥ, നല്ലൊരു സിനിമയാണ് ആവും എന്നുള്ളൊരു വിശ്വാസം. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയുള്ളൊരു ഒരു ജിങ്സ്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഈ സിനിമയായിട്ട് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ ഒരു തെറ്റാത്ത ഘടകമായിട്ട് മാറാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ അപ്പം തന്നെ ഡേറ്റ് കൊടുത്തു. ഋഷിൻ്റെ കാര്യം പറഞ്ഞാൽ 6 വർഷമായിട്ട് എനിക്ക് കേട്ടറിവ്, ഞാൻ ഋഷിനെ കാണുന്നത് 2 വർഷം മുമ്പാണ്. അതിന് മുമ്പ് 4 വർഷമായിട്ട് ഋഷി ഈ കഥയുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പല കാര്യങ്ങളുമായിട്ട്. അന്ന് അതിനിടയ്ക്ക് ഞാൻ പരിചയപ്പെടുന്നത്. 6 വർഷം കാത്തിരുന്നു ഒരു സിനിമ ചെയ്യാനായിട്ട്. 6 വർഷം ഇങ്ങനെ ഒരുപാട് കാലം കാത്തിരുന്ന് ചെയ്യുന്ന സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകൾ, മെഗാ ഹിറ്റുകളൊക്കെ ആകുന്ന സമയമാണ്. അല്ല, സത്യമാണ് അല്ലേ? അത്രയും കാലങ്ങൾ കാത്തിരുന്ന് ചെയ്യുന്ന സിനിമകളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റുകൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്താണ്? എന്താണ് ഇത്രയും വർഷം കാത്തിരുന്നത്? ചാക്കോച്ചന് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നതാണോ? അല്ല, അത് ഇച്ചാന് വേണ്ടിയിട്ട് കാത്തിരുന്നാണോന്ന് ചോദിച്ചാൽ അതൊരു ഇപ്പൊ ഞങ്ങള് നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ കഥയാവാനും അതിൻ്റെ ഒരു ബാക്കപ്പ് ആവാനും പിന്നെ നല്ലൊരു നല്ല പ്രൊഡ്യൂസർ. ഇപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സിനിമ അതിൻ്റെ മെയിൻ ശ്രേണിയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു നല്ല പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ സിനിമ മനസ്സിലാവുന്ന ഒരു പ്രൊഡ്യൂസർ വേണമായിരുന്നു. അപ്പം അതിലേക്ക് എത്താനുള്ളൊരു സമയം ഇതിനെടുത്തു തീർച്ചയായിട്ടും. അത് തന്നെ ഒരു ട്രാവലായിരുന്നു ശരിക്കും. അതിനുശേഷം ഇതിലൊരു ഹീറോ എന്ന് പറയുന്നൊരു നമ്മളൊരു മെയിൻ കഥാപാത്രത്തിനെ നമ്മൾ തേടി, അതും നമ്മൾ ഓരോ വർഷം തോറും നമ്മൾ ആ ക്യാരക്ടർ മോൾഡ് ചെയ്ത് അവസാനം അത് കറക്റ്റ് സേഫ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലേക്ക് എത്തുമായിരുന്നു. അതാണ് അപ്പോൾ അത് എൻ്റെ കഥയും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. ഈ 6 കൊല്ലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു എഫേർട്ട്, അത് പൂർണ്ണതയിലേക്ക് എത്തേണ്ട സമയം അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പോലെ എല്ലാം പൂർണ്ണമായി ചാക്കോച്ചനിലേക്ക് എത്തി. ആ വയറ്റിലെ മറ്റേ ആ സിഗ്നലിൻ്റെ അപ്പുറത്തെ സൈഡിൽ വലിയൊരു സാധനം ഇരിപ്പുണ്ട്, ഒരു ഗതയൊക്കെ പിടിച്ച്. വയറ്റിലെ സിഗ്നലിൽ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പോസ്റ്ററാണ്. കാരണം അവിടെ ആ സൈഡ് കംപ്ലീറ്റ് പോസ്റ്റേഴ്സാണ്. എടുത്ത് കാണാമെന്ന് പച്ച നിറത്തിൽ. ഇപ്പൊ ചാക്കത്തിന് മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പച്ചയുണ്ടോ? ആ ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചു,
എത്രയോ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ മേക്കപ്പ് ഇല്ലാതെ കാണണമെന്നുള്ളത്. അത് എന്തായാലും സമരമായി സെൻറ്റ് ഫീലിങ്സോടെ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. കാരണം ഒറിജിനൽ ആ ഒരു ബോഡി ഷേപ്പ് ഗത പിടിച്ചോളൂ. ഞങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. എൻ്റെ അടുത്ത് വന്ന ഡേറ്റ് മേടിക്കുമ്പോൾ പറഞ്ഞത് ചാക്കോച്ചൻ്റെ ഏറ്റവും റൊമാൻറ്റിക് വേഷങ്ങളിൽ ഒന്നായിരിക്കും ഈ സിനിമയിൽ കാണാൻ സാധിക്കുക. ഇതാണ് ഈ കവി ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അല്ല, സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല ആൾക്കാരും ഒന്ന് അത് വേണോ എന്നൊരു ചോദ്യം ചോദിക്കും. ചാക്കോച്ചൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞു ചെയ്യാം, നമ്മളിത് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ചിന്തിച്ചും തോന്നി ഇതിൻ്റെ പണി എത്രത്തോളം വരാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു അല്ല നമുക്കിത് എന്തെങ്കിലും ഡ്രസ്സ് ആക്കിയാലോ, ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിനി ഇനി അതിനോടണോ? അപ്പോൾ ഞാൻ പറഞ്ഞു റോണക്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടാക്കും. റോണക്സ് പറഞ്ഞു അത് ചിലപ്പം ഇത്രയും ഒറിജിനാലിറ്റി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും നമ്മുടെ ക്രൂ മെമ്പേഴ്സിൻ്റെ കാര്യം ഇത് ചെയ്യില്ല എന്നുള്ളൊരു ഇതിലൂടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ വന്നു ആൾ ഈ പച്ച വേഷം അടിച്ച് ഓടി 10 ദിവസം നമ്മൾ വെളുപ്പംകാലം 6 മണി വരെ രാത്രി. അതെ, രാത്രി. അതാണ് ചാക്കോച്ചൻ. കാരണം സാധാരണ രീതിയിൽ അത്രയും സമയം പെയിന്റിനകത്ത് ഇരിക്കാന്ന് പറഞ്ഞാൽ ചൊറിച്ചിലൊന്നും വന്നില്ല. ഇതിനു മുമ്പ് ചിറകൊടിഞ്ഞ കിനാവുകളിൽ മറ്റേ UK കാരൻ്റെ വേഷം ചെയ്യാൻ വേണ്ടി ഫുൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം മാത്രം ഡ്രസ് എന്ന് പറയുന്ന ഐറ്റം വളരെ കുറവാണ്. അല്ല, ഇത്രയും ഭാഗത്തല്ലേ ഉള്ളൂ, ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ സേഫ് ഗാർഡ് ഉള്ളൂ. സാറിന് നാട്ടിൻപുറങ്ങളിലേക്ക് സിനിമാ നടന്മാർ, ടൗണിലുള്ള ആൾക്കാർ നടന്മാർ ഇപ്പം മോളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ഒരുപാട് നടന്മാർ കാണുന്നത്. അപ്പോൾ ആൾക്കാർക്ക് സുപരിചിതരാണ് ഇവർ. നാട്ടിൻപുറങ്ങളിലേക്ക് സിനിമാക്കാരെ വല്ലപ്പോഴൊക്കെയാണ് കണ്ടു കിട്ടുന്നത്. അപ്പം നമ്മൾ തന്നെ ഇപ്പം ഞാനൊക്കെ നാട്ടിൻപുറത്ത് TV ആങ്കറെ ഞാൻ നാട്ടിൻപുറത്ത് ചെല്ലുമ്പോൾ അയ്യോ അത് ഇൻ്റർവ്യൂ കണ്ടിരുന്നു, ചാക്കോച്ചനെയും ലാലേട്ടനെയും മമ്മൂക്കിനെയൊക്കെ അടുത്ത് കാണാൻ വേണ്ടി പറ്റുമല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നമുക്ക് ഒരുപാടുണ്ട് നാട്ടുകാർ. അപ്പോൾ അവരുടെ ഒരു സ്നേഹം അവർക്ക് ഭയങ്കര നിരാശയായി കാണുമല്ലോ ചാക്കോച്ച. കാരണം ഈ പച്ചപ്പേരൊരു ചാക്കോച്ചനെ ആര് തിരിച്ചറിയാനാണ്? അല്ല, അത് ആദ്യം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് ഏതാ ഐറ്റം എന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കൊടുവായൂർ ഭാഗത്തായിരുന്നു, പാലക്കാട് കൊടുവായൂർ ആ സ്ഥലത്തൊക്കെ ആയിരുന്നു. എക്സാക്ട് സ്പോട്ട് ഏതായിരുന്നു? നമ്മൾ കൊല്ലങ്കോട് തന്നെ, കൊല്ലങ്കോട് കൊടുവായൂർ ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്ന പ്രതീതി പോലെ തന്നെയായിരുന്നു. ആൾക്കാർ കുടുംബസമേതം വരുന്നു, രാത്രി മൊത്തം അവിടെ ഇരിക്കുന്നു. ഈ പറയുന്ന പോലെ ഉത്സവത്തിന് പോലും കാണാൻ പറ്റാത്ത പല പല കാര്യങ്ങൾ കാണുന്നു. ഹനുമാനാട്ടം നടക്കുന്നു, അതിനിടയ്ക്ക് ഫൈറ്റ് നടക്കുന്നു. അവർ കണ്ടിരുന്ന പഴയ മാളൂട്ടി ശ്യാമിലി നായികയായിട്ട് വരുന്നു. സുരേഷ് കൃഷ്ണ, സൈജു കുറുപ്പ്, ശ്രീജിത്ത് രവി, രഞ്ജിപ്പണിഗിരേട്ടൻ, മനോജ് കെ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇതിനിടയിൽ ബാക്കി ഷോട്ടൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പ് ടൈമിൽ കലാഭവൻ ഹനീഫിക്കയും അനീഷ് മേനോനൊക്കെ സ്റ്റേജിൽ മിമിക്രിയും സംഭവങ്ങളൊക്കെ എനാക്ട് ചെയ്യുന്നു, ആൾക്കാർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു മൂഡായിരുന്നു ശരിക്കും പറഞ്ഞത്. അല്ല, ആരെങ്കിലും വന്ന് ചോദിച്ച ചാക്കോച്ചനോട് തന്നെ അതെ ഇവിടെ ചാക്കോച്ചൻ അഭിനയിക്കാൻ കണ്ടത്. ഒരുപാട് പേര് കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ നടനെ കാണുന്ന സമയത്താണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ ആളിതിനിടയിലുണ്ട്, ആർക്കും മനസ്സിലായി. അതാണ് ചോദിച്ചാൽ ചാക്കോച്ചനോട് തന്നെ വന്ന് ചോദിച്ചു അതെ ഹനുമാനെ ചാക്കോച്ചൻ എവിടെയെങ്കിലും കണ്ടു. എന്തായാലും ഭയങ്കര എന്താ 90കളിലെ ഒരു സിനിമയാണ്. ആ സിനിമയിലേക്ക് നായികനെ വന്നപ്പം എന്തുകൊണ്ട് നമ്മുടെ പഴയകാല ആ കൊച്ചു സുന്ദരിനെ തന്നെ സെലക്ട് ചെയ്യാൻ എന്താ കാരണം? ഇതൊരു അടിച്ചുമാറ്റലിൽ നിന്നും തുടങ്ങിയ ഒരു സംഭവമാണ്. അത് പിന്നീട് എനിക്ക് കത്തിയത്. കാരണം ഇതിനു വേണ്ടി ആദ്യം ഒരു പുതുമുഖ നായികയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനുവേണ്ടി ഓഡീഷനൊക്കെ നടത്തി. ഓഡീഷൻ നടത്തി അതിൽ സംഗീത സംവിധായകന് നായികയെ കിട്ടി, ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടി. അതിനുവേണ്ടി ഓഡീഷൻ നടത്തിയ പോലെ ആയിപ്പോയി അത്. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാൻ ജമുന പ്യാരി സിനിമ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നായിക കിട്ടിയിട്ടില്ല. ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളൊരു അവസ്ഥ തന്നെയായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നായിക വല്ലവരും ആയോ. അപ്പോൾ 2-3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ? ആണോ, കണ്ട ആരൊക്കെയാണെന്ന് അങ്ങനെ ഗായത്രി സുരേഷിനെ കാണിച്ചു. ഈ കുട്ടി എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല മിടിക്കാണ്, സ്മാർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഉപകാരം ചെയ്യണം, എന്തായാലും നമ്മുടെ പടം കുറച്ച് താമസിക്കും തുടങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ 2-3 പ്രോജക്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ നായികയെ എൻ്റെ തൊട്ട് ഇപ്പോൾ തുടങ്ങുന്ന പടത്തിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ പടത്തിന് വേറെ നായിക എന്തായാലും ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം
ആയിപ്പോ ഞാൻ വാക്കും കൊടുത്തു പോയി. ആത്മാർത്ഥത. പക്ഷെ അതിന്റെ പിന്നിൽ ഈ ഗൂഢ ലക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഷൂട്ട് തുടങ്ങാൻ 1 മാസം കൂടെ ഉള്ളപ്പോൾ വിളിച്ച് പറയാണ് നമുക്ക് ബേബി ശ്യാമിലി ആക്കിയാലോ. ബേബി ശ്യാമിലിയോ? നമ്മുടെ മനസ്സിൽ മറ്റേ സാധനമല്ലേ വരുന്നത്, കുഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവരോട് പറഞ്ഞു, ഞാൻ ഷാമിലയുടെ ഫാദറിനെ ബാബുചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്ക്, നിങ്ങൾ ചെന്ന് കഥ പറഞ്ഞു നോക്ക്. എൻ്റെ തന്നെ ബാബുചേട്ടനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ 2 പിള്ളേർ വരും, ചെറുപ്പക്കാരാണ്, പുതിയ ഒരു നല്ലൊരു സിനിമയായിരിക്കും എന്തായാലും. പക്ഷേ നോ കമ്പൾഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ, ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമ്മിറ്റ് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. കമ്മിറ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല, ജസ്റ്റ് സേ യെസ് ഓർ നോ, പിന്നെ വി ക്യാൻ ഡിസ്കസ് ലേറ്റർ ഓൺ. അപ്പം അങ്ങനെ ഒരു കഥ കേട്ട് അപ്പോൾ തന്നെ ഡേറ്റ് കൊടുക്കുന്നു, വി ആർ ഓൺ എന്ന് പറയുന്നു. അങ്ങനെ സംഭവം കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാലും അതിനിടയ്ക്ക് ഒരു അടിച്ചുപോയ ഒരു സംഭവം പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞല്ലോ അതിനിടയ്ക്ക്? എന്ത് പറഞ്ഞില്ലായിരുന്നോ ആ ശ്യാമിലി ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം എന്താ പറഞ്ഞു? കാരണം അല്ല, ചേച്ചിയുടെ കൂട്ടത്തിലും അഭിനയിച്ചു, അനിയത്തിയുടെ കൂട്ടത്തിലും നായകനായിട്ട് കൊണ്ടുവന്നു, ഇത് എല്ലാം വളരെ കോയിൻസിഡൻസ് ആണ്. ഇതിൽ ശരിക്കും സിനിമയിലെ ഓരോ ഈ വള്ളിയും തെറ്റിലെ സീനുകൾ പോലും നേരത്തെ തന്നെ ഫിക്സ് ചെയ്താണ്, നായിക ആരാണെന്ന് പോലും അറിയാതെ. അപ്പോൾ അതൊരു സീൻ വന്നപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ദൈവമേ ഇതേപോലൊരു സീൻ അനിയത്തിപ്രാവില് ഞാൻ പുള്ളിക്കാരുടെ ചേച്ചിയുടെ അടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. കാരണം രാത്രി മതിൽ ചാടി വീട്ടിൽ ചെന്നിട്ട് ജനലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുന്ന സീനാണ്. അപ്പോൾ അത് അനിയത്തിപ്രാവിലും ഉണ്ട്. 19 വർഷങ്ങൾക്ക് ഇപ്പുറം വള്ളിയും പുള്ളിയും തെറ്റിയിൽ ശ്യാമിലിയോടും അതേപോലെ ഏകദേശം ആ ഒരു സീനുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി.